അതെ, വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലുകുത്തിയ സ്ഥലമാണ് കാപ്പാട് കേട്ടോ. അവിടുത്തെ അതിൻ്റെ ഒരു സ്മാരകം ഉണ്ട് ഇവിടെ, അത് കാണിച്ചതേ. ഒഴുങ്ങി അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ പോക്കിയിട്ട് എടുക്കണം കേട്ടോ. ചെറിയ ചെറിയ കടുക്കാണ്, അതിനത്ര ഇറച്ചി ഉണ്ടാവുള്ളൂ. പക്ഷെ ഫ്രൈ ആക്കിയാൽ നല്ല രസമാണ് കേട്ടോ. ഇത് വൃത്തിയാക്കി നല്ലോണം പുഴുങ്ങിയെടുത്തിട്ട് കഴുകി പുഴുങ്ങിയെടുത്തിട്ട് ഇതിൻ്റെ അങ്ങനെ നമ്മൾ കുറച്ചെടുത്ത് പൊരിച്ച് കുറച്ച് കറിയും വെച്ച് വറുത്തത് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. നമ്മൾ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാപ്പാട് ബീച്ചിലേക്കാട്ടോ പോകുന്നത്. അവിടെ ചെറിയ കല്ലുമക്കായ, നമ്മുടെ നാട്ടിൽ കടുക്കാന്ന് പറയും കേട്ടോ, അത് കുറച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ വാസ്കോ ഡി ഗാമൻ്റെ സ്തൂപൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം വീഡിയോയിൽ കാണാം കേട്ടോ. ബാക്കി ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അതെ, വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലുകുത്തിയ സ്ഥലമാണ് കാപ്പാട് കേട്ടോ. അവിടുത്തെ അതിൻ്റെ ഒരു സ്മാരകം ഉണ്ട് ഇവിടെ, അത് കാണിച്ചതേ. വാസ്കോ ഡി ഗാമ ലാൻഡഡ് ഹെയർ കാപ്പാട് ഹിൻഡ് ഇയർ 1498 അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എത്ര വർഷം മുമ്പാണ് വാസ്കോ ഡി ഗാമ ഇവിടെ കാല് വെച്ചത്. 1498 കേട്ടോ. ഇതാണ് കടപ്പ ബീച്ച് കാണുന്നുണ്ട്. അതാ ബീച്ച്. ഇതാണ് നമ്മളെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ, വാസ്കോ ഡി ഗാമ കാലുകുത്തിയ സ്ഥലം ഇന്ത്യയിൽ ഏതാന്ന് വെച്ചിട്ട്. ഇതാണ് കാപ്പാട്, അതാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ കാണാത്തവർക്കായിട്ടാണ് കാണിക്കുന്നത്. റോഡുമ്പോൾ തന്നെയാണ് സ്തൂപം ഉള്ളത്. കടുക്കൊന്ന് പൊളിച്ചു നോക്കാം, ചെറിയ കടുക്ക ഇറച്ചി ഉണ്ടോന്ന്. കത്തി എടുക്കാൻ പോകുന്നുണ്ട്. നല്ല ചെമ്മീനുണ്ട് തട്ടില്, നല്ല പടയ്ക്കുന്ന മത്തിയുണ്ട്. കത്തി എടുക്കാൻ പോയിക്കണ്. ഇക്കതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താണ്. അതാണ് ചെറിയ കടുക്കാട്ടത്. എൻ്റെ ഇറച്ചി ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടാ. നല്ല ഇറച്ചിയുണ്ട്. പൊളിച്ചങ്ങോട്ട് അട്ടിക്കും. നല്ല ഇറച്ചി കേട്ടോ, അടിപൊളി ഇറച്ചിയാണ്. ഇതാണ് ഇങ്ങനെ ഒരു 2 കിലോൻ്റെ അടുത്ത് ഞാൻ വീട്ടിലേക്കും കൊണ്ടുവന്ന കേട്ടോ, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പുഴുങ്ങി അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ പോക്കിയിട്ട് എടുക്കണം കേട്ടോ. ചെറിയ ചെറിയ കടുക്കാണ്, അതിനത്ര ഇറച്ചി ഉണ്ടാവുള്ളൂ. പക്ഷെ ഫ്രൈ ആക്കിയാൽ നല്ല രസമാണ് കേട്ടോ. ഇത് വൃത്തിയാക്കി നല്ലോണം പുഴുങ്ങിയെടുത്തിട്ട് കഴുകി പുഴുങ്ങിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്തിട്ട് വറുത്തെടുക്കണം. ഇനി വറുത്തിട്ട് കാണിച്ചില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നു. ചെറിയ ഇറച്ചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രഷാണ്, നമ്മൾ നേരെ പോയി വാങ്ങിയതാണ്, കാപ്പാട് ബീച്ചിൽ പോയി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒന്ന് ഫ്രഷാക്കി കഴുകിയെടുത്ത് അതിൻ്റെ വേസ്റ്റും നാരും കാര്യങ്ങളൊക്കെ പോക്കിയിട്ട് എല്ലാം കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ഇറച്ചി എടുക്കണം. എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുത്ത് പൊരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചെടുത്ത് പൊരിച്ച് കുറച്ച് കറിയും വെച്ച് വറുത്തത് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. കുറച്ച് ഇഞ്ചി കരിവേപ്പില ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി വെച്ചതാണ് കേട്ടോ. നമ്മൾ 2 പേരോളം വീട്ടിൽ, അതുകൊണ്ട് കുറച്ചേ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ കറിക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. ഇത് പിന്നെ പുഴുങ്ങി വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം വീഡിയോ വലുതായി പോകേണ്ട വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി രസമാണ്, നല്ല ടേസ്റ്റാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. കല്ലുമക്കായി കടുക്കാന്നൊക്കെ പറയും ഇവിടെ. ഇതിൻ്റെ ഒരു വലിയ വീഡിയോ ഇട്ടിരുന്നു, കടുക്ക നിറയ്ക്കുന്നത്, കല്ലുമക്കായി നിറയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ചെയ്തത്. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.